യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ,
കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച്. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച്.
മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെ
എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ, ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം
ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസ്സിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകുമാറാകട്ടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരെന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ
താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും. പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും. പുഴക്കടലിൽ ചേരും പോൽ എൻ പേർക്കായി ക്രൂശിതനായവനേ, എന്നരുതേ എന്നുടെ തിന്മകളേ. അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ
ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു. കർത്താവിൽ വിലയം കൊള്ളുക ആത്മദാഹം. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. യാത്രികരല്ലേ നാം ഈ ഭൂമിയിൽ, അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിയിൽ. ബലിയർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ, ഇനിയൊരു ബലിയർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല.
അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു. പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിൽ. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ഈ ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിൽ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി
പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നു. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. തീരാത്ത സ്വപ്നവും
ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു. കർത്താവിൽ വിലയം കൊള്ളുക ആത്മദാഹം. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവകായ കുടുംബത്തിൽ നിന്ന് ഇതിലേക്ക് കടന്നുപോയ ജോർജ് ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജോർജ് ചേട്ടനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും ജോർജ് ചേട്ടനോട് സംസാരിച്ചപ്പോഴും ഇത്ര പെട്ടെന്ന് ജോർജ് ചേട്ടൻ കടന്നു പോകുമെന്ന് ഓർത്തിരുന്നില്ല. രോഗം സുഖമായി ഭംഗിയായി വരും എന്നതായിരുന്നു ജോർജ് ചേട്ടൻ്റെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല ദൈവത്തിൻ്റെ ഹിതമെന്ന് അതിനെ മനസ്സിലാക്കുകയാണ് നാം. ദൈവസന്നിധിയിലേക്ക് കടന്നു പോയാൽ ജോർജ് ചേട്ടനെ നമുക്ക് പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ എല്ലാവരുടെയും അനുശോചനവും പ്രാർത്ഥനയും എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ്. ജോർജ് ചേട്ടനെ സംബന്ധിച്ച് ഞാൻ ഉടനെ വന്ന് സൗഹൃദം കൂടിയ ഒരു വ്യക്തിയാണ്. എനിക്ക് എല്ലാ നടുന്ന സാധനങ്ങളും പൂക്കൾ തന്ന് കൃഷിയിലേക്ക് എന്നെ തിരിച്ചു വിട്ടത് ജോർജ് ചേട്ടനാണ്, മറ്റാരുമല്ല. സമയമല്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, അച്ഛൻ നട്ടാൽ മതി, ഞാൻ കൊടുത്തിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞുതരാൻ ജോർജ് ചേട്ടൻ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് സാധനമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് സാധനങ്ങൾ കൊണ്ടുവന്ന് തന്ന് അങ്ങനെ ആ കൃഷിയിലേക്ക് തിരിച്ചു വിട്ടത് ഈ ജോർജ് ചേട്ടനാണ്. അതുകൊണ്ട് അത് ഒരു വളരെ നല്ല കാര്യമായി ഞാൻ കണക്കാക്കുകയും അത് തുടരുകയും ചെയ്തതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കാര്യങ്ങളും പള്ളിയിൽ വരുമ്പോഴും കളിക്ക് പോകുമ്പോഴും കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭവന നിർമ്മാണം വന്നപ്പോഴും ആ കാര്യങ്ങൾ പങ്കുവെക്കുകയും അതുപോലെ ആ ജോർജിയുടെ ഒരു ആഗ്രഹം ബാക്കിയുണ്ടായിരുന്നത് പുതിയ ഭവനത്തിൽ നിന്ന് താമസിക്കണമെന്നുണ്ടായിരുന്നു. ദൈവം അതിന് അനുവദിച്ചില്ല എന്ന് വന്നു. അതിനേക്കാൾ ഭംഗിയായി സ്വന്തം ഭവനത്തിലേക്ക് നിത്യത്തിലേക്ക് ജോർജിയെ ദൈവം തിരിച്ചു വിളിച്ചു. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ജോലികളെല്ലാം പൂർത്തിയാക്കി കടന്നു പോകുന്ന ജോർജ് ചേട്ടന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജോർജ് ചേട്ടൻ ഞാൻ വന്നപ്പം മുതൽ കമ്മിറ്റികളുണ്ട്. അതുപോലെ ആരാണ് ഈ മോഡൽ ആകില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് പകരവും ജോർജ് ചേട്ടൻ ആ സന്നദ്ധതയോടെ വന്ന വ്യക്തിയാണ്. നമുക്ക് ജോർജിനെ ഓർക്കുമ്പോൾ അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഓർക്കുവാനുണ്ട്. എന്തെങ്കിലും കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയാൽ അത് പരിഹരിച്ച് നിത്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് ജോർജിനെ പ്രവേശിപ്പിക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജോർജിൻ്റെ ആത്മാവിനെടുത്തുകൊണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് നടക്കാം. വീട്ടിലെ തിരുങ്ങൾക്ക് പാദശിച്ച അച്ഛനാണ് നേതൃത്വം കൊടുക്കുക. സംഗീതമായി ദൈവമേ, ഞങ്ങളുടെ പാപമോചനായി വരുന്നതിനെ ആശീർവദിക്കണമേ. ഈ ജനതാന്തരം ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഹൃത്തുക്കളുടെയും പരിമസങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനമായി ചന്ദ്രനദികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും നിരക്കാരണത്തെ പുകഴ്ത്തുകയും മകനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ
സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെ ഭൂമിയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ സ്ഥലവും ആത്മാവുമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നതിന് എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് താഴെ സൃഷ്ടിച്ചതിന് മഴ സന്താനങ്ങൾ ഉത്ഥാനം വഴി നൽകിയിരിക്കുന്ന കർത്താവേ, ഇതിനെ ഞങ്ങൾ ആരാധിക്കുകയും പ്രവൃത്തിയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ഇവന്റെയും മണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടി അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്ന് നിന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാകുമെന്ന് വിധേയരാക്കുകയും ദയാധികത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കാരുണ്യനെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിലും ഭൂമിയിലും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവരും സ്തുത്യർഹനുമാകുന്നു. ആദ്യ പിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനി കർത്താവ് വിശ്വസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യദേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗെ നൽകണമേ. നിത്യായുസ്സിൽ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ നമ്മുടെ കർത്താവ് സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും ദാമത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ സൃഷ്ടിക്കുകയും അതുമായ കൃപയാൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖം സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാബിൾത്താഴിന്റെ മൂലമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ബുധവാസത്തിന്റെ മഹത്വത്തിന് പ്രതിയായി ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തെ അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറുടെ മരണത്തിൽ സ്വയം കണ്ണീർ ചിന്തിയ മിശിഹായെ, കരങ്ങളുടെ കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ ജോർജേട്ടൻ നാവുകൊണ്ട് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സഭയിലും എത്തിച്ചേരുന്ന വിശ്വാസം ഏറ്റുപറഞ്ഞു. ഇന്ന് ജോർജേട്ടന് വേണ്ടി നമുക്ക് വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. സർവശക്തനായ പിതാവും വിശ്വസിക്കുന്നു, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനായി പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങളിൽ തുടങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ദിവ്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞാൻ അനുഗ്രഹിക്കുകയും നിന്റെ ആദ്യയുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനി മാത്രത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിനും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുതരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ഇതിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുലമാനസനാ എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിടവും കരൾ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
മരണം വരുമരുന്നാൾ ഓർക്കുക മത്യാനീ കൂടെ കോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്തു, ഞാൻ ലോകം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി നീ അണിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃദ്ധർക്ക് വാഗ്ദാനം ചെയ്ത ജ്ഞാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മുടെ ദേവാലയത്തിലേക്ക് പോകുകയാണ്. നടന്നാണ് എല്ലാവരും പോകുന്നത്. 2 ലൈനായിട്ട് കൊടയും കുരിശൊക്കെ എടുത്ത് പുറകെ 2 ലൈനായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുക. വണ്ടിയുള്ളവർ പുറകെ വന്നാൽ മതിയാവും, താമസിച്ച് വരിക, പുറകെ വരിക. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവനാൽ കടന്നു പോകുന്നു ശാശ്വതഭാഗ്യം നിറനൊഴിട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതരണമേ യാത്രയിതാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിവാനാഥൻ പ്രത്യേകം. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമായ ദൈവിക ഭവനം പോകുന്നേരം സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. നീയെന്നും നിലനിൽക്കുന്നു പൂർവ്വരയും നീ ക്ഷണഭംഗുരനാ ലോകവുമതിലേ ജടികാശകളും അക്ഷരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കാതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തില്ല, ദുഷ്ടത പൊടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി
പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പൂവും നേരം. സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ, അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി, ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു, പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം. വിധി നാളുയരും മോഹനഗാനം, അതു കേട്ടുണരും മൃതരെല്ലാരും
ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിനുവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ അരൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം. ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു. ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. നീ അവർക്ക് പാനീയം കൊടുത്തു. വൈദാഹത്താൽ വലയും ദരതൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണമഭയം ഞങ്ങൾക്കുലകിൽ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ
വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രേരിപ്പിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. ശിഖാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമത്തിന് പുണ്യമാകുന്നു. മൃതിയെ പുറമോ താനയക്കുന്നു. ദുഷ്ടനുമിടയെ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീയെ സൃഷ്ടിച്ചിന്റെ മേൽച്ചു. തോളിൽ നിന്നും ജന്മമെനിക്ക് നിന്നെ നമിക്കാൻ നൽകണമൊന്നാലും. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തിൽ നാഥൻ എഴുന്നള്ളും. മൃദുരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. കനകപ്രഭയെ കബറിടം ഒളിച്ചിന്നും അതിലുള്ളവരോ നാഥനും പുകഴ്പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താനേവം സുതനും ലോകായ്ക്കും കീർത്തനമെന്നും ഞങ്ങളയക്കുന്നു. ആദ്യം മുതലെന്നേക്കും ഈശോനാഥ മരണവും ഉയിരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസമെല്ലാം പോലും നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാല സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രശംസിയാളെ ദൈവനീതിമാൻ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരുടെയും നല്ല സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹത്താലും നല്ല മാതാവായി മരിക്കുന്ന പ്രാർത്ഥനയാൽ വിശാലയാണ് തന്റെ വലത്തുഭാഗം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പാട് പേരെഴുതുകയും തെരഞ്ഞെടുപ്പ് കടത്തിയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വനശുദ്ധർ ഞങ്ങളെ സന്ദർശിക്കുകയും കായികപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്താന കൃഷി കഴിഞ്ഞ മരിച്ചവരെ ഒരുപ്പിക്കണമേ. എന്ന് പറഞ്ഞാൽ ആവാസിന്റെ കുടുംബന്റെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധം തേരാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉത്താന
പ്രജാപതിയുടെ ചന്ദ്രനെ നീ മൗത്തമണിയിക്കുന്നു. ജീവനെ മരണത്തെ നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസായെ സ്വീകരിക്കുകയും പരിശുദ്ധ കുർബാനയെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു ഉദാസനായ ആത്മാവിന്റെ കുർബാന ചൊരിയിച്ച് പ്രിയപ്പെട്ട ദേവാലയമേ, നിനക്ക് ഞാൻ വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരുമായി പാലിക്കുവാൻ പുരോഹിതനെ ദേവചനന്റെ ആത്മാവിന്റെ പോഷം നൽകി നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നെങ്കിലും എന്റെ സ്നേഹിതങ്ങൾ നിങ്ങളോടും ഉണ്ടായിരിക്കും. സ്വർഗകാലത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതങ്ങളിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുനീലങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായ നിങ്ങൾ ഇനിയും കഴിയേണം. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ. ദാസന്റെ ആത്മാവിനെ നിത്യമാക്കനായി പ്രവേശിപ്പിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുവാനെ മനസ്സിലാക്കും ചെയ്തയുമേ. എന്റെ വിശുദ്ധന്മാർ വിശ്രമണ കവളപത്ര മനോഹരമാകുന്നു. വിശ്രമാമുദ്രിതവും പരിസ്ഥ കുർബാനയാൽ പരിഷ്ടവും വിശുദ്ധരഭിഷക്തമായ ശരീരത്തിന് ദൈവത്തിനുണ്ടാത്ത ആഗർഭസംഭരണ കവളം നീ പ്രവർത്തീകരിക്കണമേ. ഇവന്റെ മണത്തിന്റെയും നാഥനം പിതാവുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. രണ്ട് സെക്കൻഡായിട്ട് കൊടുക്കില്ല. അത് ആറാണേലും ഇവിടുന്ന് സ്വഭാവന് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. മനുഷ്യ നീ പൊടിയാകുന്നു, ഉള്ളിലേക്ക് തന്നെ മടങ്ങും. സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്തോടെ ഒരു അവസാനിച്ച് നല്ല വലത്തുഭാഗം നിർത്തട്ടെ. നീ ശീലിച്ച വിശുദ്ധ അത്യുന്ന ദൈവത്തിന്റെ ന്യാസം നിന്നെ സഹായിക്കട്ടെ. ഇവന്റെ മനത്തിന്റെയും നാഥനും പിതാവുമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കുന്തിരിക്കാനോ രണ്ടുപേരും കുന്തിരിക്കിട്ടാൻ മുഖം കഴിക്കുന്നുണ്ട്. കുടുംബക്കാരും മാറി നിൽക്കുക അവസാനമാണ്. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രവർത്തിക്കും. അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാകെ കർത്താവേ നിന്നെ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും നൽകുന്നു. ആകാശം ഭൂമിയാകുന്നു, ആകാശവും ഈ ഭൂതവും താവകമല്ലോ കർത്താവേ.
ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. വായിക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിലകാന്തേക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരെ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നോട് നാഥാദിൻ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉദ്ധാനം നീങ്ങുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് പോയിട്ട് കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച് കർത്താവേ നിന്നെ നിരത്താൻ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാർ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ചെറുത്തിരിക്കുന്നതിനും നിത്യാസം കൊടുക്കുന്നതുമായ കർത്താവേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞൊരു അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. നാഥനണഞ്ഞൊരു അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. കടയറ്റവനായി ചിരമഹിമാവിൽ ഇന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥൻ നിന്നത് കേൾക്കും മനുഷ്യഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. ദൈവമേ എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാനവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്ധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. നിന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവമേ എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവം ചെയ്ത ശബ്ദത്താൽ ലാസർ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നീതിയുടെ വിധി ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വർദ്ധമാനം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുനിന്നും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷ മരണോടെ മഹിമയോടെ ഉറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ശരണത്തിന്റെയും നാഥനായതും തന്നെ നീതിമാന്മാരോടും വിശ്രോടും കുലകൃഷ്ണമായ ഉറപ്പും അഗ്നിയുമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാനോത്സരികളെ പ്രവേശിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ വേട്ടപുഷിയാളും അതിശയത്തെ ഞങ്ങൾക്ക് അനുഗമിക്കുകയും ഈ സംസ്കാരം സഹകരിച്ച ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാഴ്ച നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നു. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു. കർത്താവിൽ വിലയം കൊള്ളുക ആത്മദാഹം. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. യാത്രികരല്ലേ നാം ഈ ഭൂമിയിൽ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിയിൽ. ഇനിയൊരു ബലിയർപ്പിക്കാൻ അണയില്ല ഞാൻ
ബലിപീഠമേ, ഇനിയൊരു ബലിയർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ